നമ്മൾ ഇന്ന് വിരാജ്പേട്ട് വഴി കൂർഗിലുള്ള മടിക്കേരിയിലോട്ടാണ് പോകുന്നത്. പോകുന്ന വഴിക്കുള്ള യാത്രയുടെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞങ്ങൾ പാലക്കാട്ടിൽ നിന്നാണ് യാത്ര തിരിച്ചത്. പാലക്കാട്ടിൽ നിന്ന് മടിക്കേരിയിലെത്താൻ 3 വഴികളാണുള്ളത്. അതിൽ ഏറ്റവും എളുപ്പത്തിൽ എത്താൻ പറ്റുന്നതാണ് ആദ്യത്തെ 2 വഴികൾ. അതായത് മുക്കം പറഞ്ഞ സ്ഥലം വരെ എത്തുക. മുക്കത്തിൽ നിന്ന് തിരിഞ്ഞ് വയനാട് വഴിയോ അല്ലെങ്കിൽ കുറ്റിയാടി വഴി പോകണം. ഇത് രണ്ടും നമ്മൾ ഇതിനു മുമ്പ് പോയത് കാരണം വയനാട് ട്രിപ്പ് ഒരു ബോറിംഗ് ആയിരിക്കും എന്നതുകൊണ്ടും, ബോറിംഗ് എന്ന് മീൻസ് പലപ്പോഴും പോയിട്ടുള്ള വിരസത കാരണമാണ് ബോറിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ അത് കാരണം നമ്മൾ പുതിയൊരു വഴിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതും കേരളത്തിൻ്റെ ഒരു സൈഡിലൂടെ, അതായത് ബീച്ച് വൈബെല്ലാം കണ്ട് നമ്മൾ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. മാഹി വഴിയെല്ലാം പോയി തലശ്ശേരിയിൽ എത്തിച്ചേർന്ന് അവിടെ നിന്ന് തിരിഞ്ഞ് മട്ടന്നൂർ വഴി കൂത്തുപറമ്പ് വഴി അങ്ങനെ കയറിപ്പോയതാണ് കേട്ടോ. അപ്പോൾ വഴി എന്ന് പറയുന്നത് ഭയങ്കര മോശം പിടിച്ച വഴിയാണ്. പക്ഷെ പോകുന്ന വഴിക്ക് നല്ല കാടിൻ്റെ കാഴ്ചകളായിരുന്നു കാണുന്നുണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ റോഡ് ഭയങ്കര മോശമാണ്. കാരണം നമ്മൾ 1.5 മണിക്കൂർ യാത്ര ഇതിലൂടെ പോവുകയാണെങ്കിൽ 2-2.5 മണിക്കൂറൊക്കെ എടുക്കും. രാത്രി ഈ വഴി ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം വലിയ ചരക്ക് വാഹനങ്ങളാണ് കൂടുതലുമായിട്ട് ഈ വഴി ഉണ്ടായിരുന്നത്. അതെല്ലാം പോയി റോഡ് ഭയങ്കര മോശമായിട്ടിരിക്കുന്നു. എല്ലാ ഹെയർപിൻ ബെൻഡുകളും ഇറക്കങ്ങളും എല്ലാം മോശമായിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് 1ാമത്തെയും 2ാമത്തെയും ഗിയറിൽ പോയിട്ട് ഭയങ്കര ലാഗിങ് ആയിരുന്നു നമ്മുടെ യാത്ര. ബ്രഹ്മഗിരി വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഭാഗത്തുകൂടിയാണ് നമ്മൾ വന്നത്. അതുകൊണ്ടായിരിക്കും റോഡ് മോശമായിട്ട് ഒരു പണി ചെയ്യാതെ അങ്ങനെ വെച്ചിരിക്കുന്നത്. അതിനുശേഷം കേരള കർണാടക ബോർഡറെല്ലാം താണ്ടി വിരാജ്പേട്ട് എന്ന് പറഞ്ഞ ഗ്രാമത്തിലെത്തി. ഗ്രാമം മാത്രമല്ല, ചെറിയൊരു ടൗണും ഉണ്ട് അവിടെ കാണാൻ. അതൊരു പ്രത്യേക ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ് വിരാജ്പേട്ട് എന്ന് പറയുന്നത്. കാര്യമായിട്ട് പുരോഗതിയൊന്നും അവിടെ വന്നിട്ടില്ലെങ്കിലും പക്ഷേ ഗ്രാമങ്ങളിലെ കാഴ്ചകളെല്ലാം നമ്മളെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളായിരുന്നു. ഒരുപാട് തരം കാഴ്ചകളും ഒരുപാട് തരം ആൾക്കാരെയും അവിടെ കാണാൻ പറ്റും. കേരളത്തിൻ്റെയും കർണാടകത്തിൻ്റെയും സംസ്കാരം മിക്സ് ചെയ്തിട്ടുള്ള ഒരാൾക്കാർ, നല്ല സ്വഭാവമുള്ള നല്ല മനുഷ്യരാണ് അവിടുത്തെയുള്ള ആൾക്കാർ. വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല കാപ്പിയുടെ മണം വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് മനസ്സിലായി വിരാജ്പേട്ട് ടൗണിലെത്തിയെന്ന്. ടൗണിൽ മാർക്കറ്റും കൂടിയാണ്, അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡും എല്ലാം കൂടി ചേർന്നൊരു ജംഗ്ഷനാണ് കേട്ടോ. ക്ലോക്ക് ടവറൊക്കെ മുന്നിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇരുട്ടാവറായി, ഏകദേശം വൈകുന്നേരം ആകുമ്പോഴാണ് നമ്മൾ ഇവിടെ എത്തിയത് കേട്ടോ. പക്ഷേ ആ ടൗണിൻ്റെ കാഴ്ചകളൊക്കെ കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അതിനുള്ള സമയമില്ലാത്ത കാരണം നമ്മൾ പെട്ടെന്ന് കിടക്കുമായിരുന്നു. ഭയങ്കര ഇടുങ്ങിയ റോഡുകളും. ഇതൊരു കർണാടക ഗ്രാമമാണെങ്കിൽ കൂടി പല സ്ഥലങ്ങളും ഭാഗങ്ങളും അതുപോലെ തന്നെ ആൾക്കാരുടെ പെരുമാറ്റം എല്ലാം കാണുമ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെയാണെന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കേരളമായിട്ട് ഒരുപാട് സംസ്കാരം പങ്കിടുന്ന ഒരു ഗ്രാമമായതുകൊണ്ട് തന്നെ വിരാജ്പേട്ടിലെ കാഴ്ചകളും ഭയങ്കര വ്യത്യസ്തമായിരുന്നു. അതുപോലെ തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കേരളത്തിൽ കൂടെ സഞ്ചരിക്കുന്ന ആ ഫീല് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മടിക്കര പോകുന്ന വഴിയാണ്. പോകുന്ന വഴി ഒരു അത്യുഗ്രൻ കാഴ്ച കണ്ടപ്പോൾ നിർത്തിയതാണ്. എന്താ കണ്ടില്ല എൻ്റെ പുറകിൽ എന്ത് ഭംഗിയാ നോക്കിയേ. ഊട്ടിയിലെ ഷൂട്ടിംഗ് സ്പോട്ട് പോലെ തന്നെ മടിക്കരയിലെ ഒരു സ്ഥലം ഉണ്ടോ. ഇതാണ് നമ്മൾ വന്ന വഴിയാണ് കേട്ടോ. പക്ഷേ ഇത് ഇന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ഉള്ള ഒരു മൊട്ടക്കുന്ന്. നടുക്കായിട്ട് ഒരു ആൽമരവും പിന്നെ ഇങ്ങോട്ടാണെങ്കിൽ കുട്ടികൾക്കുള്ള കളിസ്ഥലമാണ്. കുറേ കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ട്. ഇവിടെ എന്തോ ഒരു മണ്ഡപം പോലെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതുവരെ ഒന്ന് നടന്നിട്ട് വരാം. ഇങ്ങോട്ടാണെങ്കിൽ ഈ എസ്റ്റേറ്റിൻ്റെ പാടികളാണെന്ന് തോന്നുന്നു. ഓരോ ബംഗ്ലാവുകളും ഗോഡൗണുകളൊക്കെയാണ്. ഇവിടെ ഇങ്ങനെ കുറേ വീടുകളാണ് കേട്ടോ. പിന്നെ അതുകൂടാതെ ട്രഡീഷണലായ കുറേ ഓട്ടുപേരകൾ കാണാൻ പറ്റുന്നുണ്ട് ആ മുന്നിലായിട്ട്. നമുക്കെന്തായാലും ഇതുവരെ ഒന്ന് പോയിട്ട് നോക്കാം. ഒരു വലിയൊരു ആർച്ച് ഉണ്ട് കേട്ടോ. കന്നഡയിലായതുകൊണ്ട് നമുക്ക് എന്താണെന്ന് അറിയില്ല. ഇവിടുന്ന് 2 സൈഡിലോട്ടും വഴികളാണ് കേട്ടോ. ഈ കുന്നിനെങ്ങനെ ചുറ്റാനുള്ള വഴികളായിരിക്കും. എന്തായാലും ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. വണ്ടി എടുത്ത് പോകണമെങ്കിൽ പിന്നെ ഒരുപാട് കാണാനുണ്ടാവും. അങ്ങോട്ട് നോക്കണമെങ്കിൽ വേറൊരു അമ്പലമുണ്ടേ.
ഈ സൈഡിലൂടെ നിറയെ പാടികളും അതുപോലെ ഇതിവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട് കേട്ടോ. ഇത് ചെറുത ഹോസ്പിറ്റലാണേ. അപ്പോൾ ഇവിടെ കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം കന്നഡയിൽ എഴുതിയാലും ഇതൊരു ഹോളി പ്ലേസ് ആണെന്ന് പറയുന്നുണ്ട്. മുകളിലാണെങ്കിൽ ഒരു കൊടിയും കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് പേര് നിൽക്കുന്നുണ്ട്. അവരുടെ അടുത്ത് ചോദിക്കാം ഇതെന്താണെന്ന്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് പറയുന്നത് കാക്കോട്ട് പറമ്പാണ് കേട്ടോ. പേര് പറയുന്നത് തന്നെ ഒരു മലയാളത്തിലില്ലേ. പിന്നെ ഈ കാണുന്ന കാലഭൈരവ ക്ഷേത്രമാണ്, അതായത് ശിവപ്രതിഷ്ഠയാണ്. അപ്പോൾ അവിടുത്തെ ഈ ശിവൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ആ കൊടി കാണുന്ന ആ ഭാഗത്ത് ഒരു പ്രതിഷ്ഠ ഉണ്ടെന്ന മൂലസ്ഥാനമായിരിക്കണം അവരുദ്ദേശിക്കുന്നത്. കന്നഡയിൽ പറയുന്ന കാരണം നമുക്ക് അത്ര അറിഞ്ഞില്ല, എന്നാലും അതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ കാലഭൈരവ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളും അതുപോലെ തന്നെ ഒരു പ്രദേശമാണ് ഇവിടെ. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ഹോളി പ്ലേസ് എന്ന് വെച്ചിരിക്കുന്നത്. ഇവരിങ്ങനെ ഗ്രില്ലടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് മുകളിലോട്ട് വാഹനങ്ങളോ ആൾക്കാരോ ഒന്നും കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങ് ദൂരെയായിട്ട് ഒരു ഗേറ്റ് ഉണ്ട്, അതിലൂടെ ആൾക്കാർക്ക് കയറി പോകാം. അപ്പോൾ അവരുടെ പരിപാടികളൊക്കെ നടത്തുന്ന വേലപ്പറമ്പ് എന്ന് പറയില്ല, പൂരപ്പറമ്പൊക്കെ ആയിരിക്കും ഇവിടെ കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അതുപോലെ തന്നെയാണ് പേരും. ഇങ്ങോട്ട് നോക്കണമെങ്കിൽ കണ്ടില്ലേ കുറേ പാടികളുണ്ട്, അതിൻ്റെ മേലെയും കുറേ പാടികളാണ്. ഇവിടെയൊക്കെ കാപ്പിയാണ് കൂടുതൽ കേട്ടോ. നമ്മുടെ നാട്ടിൽ തേയിലയാണെങ്കിൽ ഇവിടെ കാപ്പി കുരുമുളകൊക്കെയാണ് കൂടുതൽ. അപ്പോൾ എങ്ങനെയുണ്ട് ഈ പ്ലേസ്? അടിപൊളിയായില്ലേ? നല്ലൊരു മൊട്ടക്കുന്നും കാഴ്ചകളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ കൂർഗിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. വിരാജ്പേട്ടിൽ നിന്ന് കൂർഗിലോട്ടോ മടിക്കേരിയിലോട്ടോ പോകുന്ന വഴിയിലുള്ള കാഴ്ചയാണ്. നിങ്ങൾ ആരെങ്കിലും ഈ വഴി വരെയാണ് തീർച്ചയായും കണ്ടിരിക്കുന്ന നല്ലൊരു വ്യൂ പോയിന്റ്. കുറച്ച് നേരം ഒരു 15 മിനിറ്റെങ്കിലും നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം. അടിപൊളിയാണ് കേട്ടോ. നമുക്കിനി ബാക്കി കാഴ്ചകളെല്ലാം കൂർഗിലെ കാഴ്ചകളെല്ലാം അവിടെ പോയി കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ മടിക്കേരി ടൗണിൽ രാത്രിയാണ് കേട്ടോ എത്തിയത്. വളരെയധികം വൈകി. ഇതിനു മുമ്പ് എത്തണം എന്ന് വിചാരിച്ചാണ്, പക്ഷെ നമ്മൾ എത്തിയത് വൈകി. ഇനി നമ്മൾ നേരെ ഹോട്ടലിലോട്ട് പോകണം. ഹോട്ടലിലോട്ട് പോകുന്ന വഴിക്ക് ഇതാണ്ടില്ലേ നമ്മളെ വരവേൽക്കാനായിട്ട് ഒരു ദൈവത്തിൻ്റെ അമ്പലമാണ് ഉള്ളത്. എന്തായാലും അടിപൊളിയാവട്ടെ. അങ്ങനെ നമ്മൾ ഹോട്ടലിന് മുന്നിൽ എത്തിയിരിക്കാം കേട്ടോ. രാത്രി എത്തിയെന്ന് പറഞ്ഞ് ഇത്രയും നേരം റിഗ്രറ്റ് ചെയ്ത് വിചാരിച്ചാണ്, പക്ഷേ നമ്മൾ രാത്രി എത്തിയതുകൊണ്ട് ഇത്രയും നല്ലൊരു കാഴ്ച കാണാൻ പറ്റി. നമ്മളെ വരവേറ്റത് നല്ല ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ ആയിട്ട് നല്ല അടിപൊളി, എന്താ പറയുക, നമ്മളെ വരവേൽക്കുന്ന ആ ഒരു കാഴ്ചയില്ലേ അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ ഇന്ന് തങ്ങുന്നത് ക്ലബ് മഹേന്ദ്രയുടെ ഹോട്ടലാണ്, മടിക്കേരിയിലുള്ള ഒരു റിസോർട്ടിലാണ്. നമ്മൾ ഇതിൻ്റെ കാഴ്ചകളെല്ലാം നമ്മൾ കാണിച്ചു തരും കേട്ടോ. അതൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ്. എന്താ നോക്കി ഹാങ് ചെയ്തിട്ടുള്ള നല്ല സീരിയൽ ലൈറ്റുകൾ, നല്ല രസമുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അതിൻ്റെ അകത്തോട്ട് പോയിട്ട് നമ്മൾ ചെക്കിങ് പ്രൊസീജിയർ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അകത്തുള്ള കാഴ്ചകളെല്ലാം നമ്മൾ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ റിസപ്ഷൻ ഏരിയ കേട്ടോ. ഇവിടെ നല്ല രീതിക്ക് അലങ്കരിച്ചിട്ട് വെച്ചിട്ടുണ്ട്. പൂക്കളൊക്കെല്ലാം നമ്മളെ വെൽക്കം ചെയ്യണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സൈഡിലായിട്ട് ചെയറുകൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, സോഫകളൊക്കെ. അപ്പോൾ അതിലൊക്കെ പോയിരുന്ന് റെസ്റ്റ് ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ പോയതും ഹെർബൽ ടീ ആണ് തന്നത്. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ഡ്രിങ്ക് ആയിരുന്നു. ഇനി നമ്മുടെ ചെക്കിങ് പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്യണം. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ റൂം. ഇവിടെ വലിയൊരു കയറി ചെല്ലുമ്പോൾ തന്നെ വലിയൊരു കബോർഡ്, ഇപ്പുറത്തെ സൈഡ് ബാത്റൂമാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമില്ല. ഒന്ന് കബോർഡിൽ സേഫ് അങ്ങനെയുള്ള സംഭവങ്ങളിൽ 2 ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. കാർപ്പറ്റ് പ്ലസ് കമ്പിളി ഉണ്ട്, കമ്പിളിപ്പതുപ്പുണ്ട്. പിന്നെ ഇവിടെ ബാത്റൂമാണ് കേട്ടോ. ഇവിടെ വലിയൊരു കണ്ണാടി ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഇരിക്കാനായിട്ട് കുറേ ടീപ്പോയേഴ്സ് ഉണ്ട്. പിന്നെ അതുകൂടാതെ ബെഡിൻ്റെ അവിടെ ഒരു ടീപ്പോയ് ഉണ്ട്. പിന്നെ ഇതാണ് ബെഡ് അറേഞ്ച്മെൻറ്റ്. 2 സൈഡ് നൈറ്റ് ലാമ്പൊക്കെ വെച്ച് നല്ല രസമുള്ള നല്ല അടിപൊളി ബെഡ്. പിന്നെ ഇങ്ങോട്ടാണെങ്കിൽ TV, താഴെ ഒരു കബോർഡ്, പിന്നെ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കോഫി മേക്കറും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, കെറ്റിലൊക്കെ ഉണ്ട്. താഴെ ഒരു കബോർഡുണ്ട്, ഷൂ റാക്കൊക്കെ വെക്കാം, ഷൂസൊക്കെ വെക്കാം, വേസ്റ്റ് ബിൻ, പിന്നെ വെള്ളം, ഗ്ലാസ്, പിന്നെ ഇവിടെ ഹോട്ട് വാട്ടറിനുള്ള ഫെസിലിറ്റീസ്, പിന്നെ ചെയറും ടേബിളും. ഇതൊരു ചെറിയ ടേബിളാണ്. ഇവിടെയും ജസ്റ്റ് നമുക്കൊരു വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നല്ലൊരു സെറ്റപ്പ് കേട്ടോ, വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് കൊതുതിരി തന്നിട്ടുണ്ട്, അത്യാവശ്യം കൊതു വേണം. പിന്നെ ഇവിടെ ഒരു സോഫ കണ്ടില്ലേ, ബെഡിൻ്റെ സൈഡിലായിട്ട് ഒരു സോഫ. നമുക്ക് റീഡിങ് ആകാം, നമുക്ക് പിന്നെ TV ഒക്കെ കണ്ട് ഇങ്ങനെ ദിവാനിയിൽ ഇങ്ങനെ കിടന്നിട്ട് കാണാമല്ലോ, ആ സെറ്റപ്പുകളാണ്. പിന്നെ ഫോണ്, റിമോട്ട് എല്ലാം ഉണ്ട്. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് താഴെ തന്നെയാണ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നല്ലൊരു വ്യൂ ആണ്. പിന്നെ അത് കൂടാതെ തന്നെ ഇവിടെ 2 ചെയറും ടേബിളൊക്കെ ഇട്ട് നമുക്ക് ഇവിടെ ഇരിക്കാം. നല്ല തണുപ്പാണ് കേട്ടോ. പിന്നെ ഇവിടെ നിന്നുള്ള പകൽ ഇങ്ങനെ മരവും കാടൊക്കെ കണ്ടിട്ട് നല്ല കിളികളുടെ സൗണ്ടൊക്കെ ആക്കിയിട്ട് കേട്ടിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കാം. താഴെ പരിപാടി ഉണ്ട് കേട്ടോ. താഴെ സോങ്സ് ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, നമുക്ക് കാണാം.
അതൊക്കെ ഇങ്ങോട്ടാണ് സ്റ്റെപ്പ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോകുന്നതാണ് കേട്ടോ സ്റ്റെപ്പ്. അവിടെ പരിപാടി നടക്കുന്നുണ്ട്, നമുക്ക് എന്തായാലും കാണാം. ഇപ്പോൾ റൂം എന്തായാലും അടിപൊളി കിടിലൻ റൂമാണ്. നമുക്ക് എന്തായാലും ബാത്റൂം ഒന്ന് കണ്ടു നോക്കാവേ. വാവ്, അടിപൊളി. ഇവിടെ ഇങ്ങനെ മിററും ചെറിയ സെറ്റപ്പുകളൊക്കെ ആയിട്ട് ഹെയർ ഡ്രയർ ഉണ്ട്, പിന്നെ വാഷ് ബേസിൻ എല്ലാ സെറ്റപ്പുകളും ഇവിടെ. പിന്നെ ഷവറിൻ്റെ ഒരു ഏരിയ ഉണ്ട്, അത്യാവശ്യം നല്ലൊരു ഷവർ ഏരിയ ഇവിടെ. പിന്നെ ക്ലോസറ്റ് ബാക്കിയുള്ള കാര്യങ്ങളും ടവലും ഒക്കെ ആയിട്ട് എന്തായാലും കൊള്ളാം. എല്ലാ സംഭവങ്ങളും അടിപൊളി. നമുക്കൊരു 5 സ്റ്റാർ ഫെസിലിറ്റിയാണ് ഇവർ തന്നിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഫ്രിഡ്ജും ഉണ്ട് കേട്ടോ. എന്തായാലും റൂമെല്ലാം അടിപൊളി. ഞാൻ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കുകയാണേ ഇവിടെ ഈ ദിവാനിൽ. അപ്പോൾ റൂമെല്ലാം അടിപൊളിയാണ്, 5 സ്റ്റാർ ഫെസിലിറ്റിയാണ് ഇവിടെ തരുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു കോൺസെപ്റ്റാണ്, അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. എന്തായാലും ആ കോസ്റ്റ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കൂർഗ് മടിക്കേരിയിലെ ക്ലബ് മഹേന്ദ്രയുടെ ഈ റിസോർട്ട് കേട്ടോ. അപ്പോൾ റിസോർട്ടിൻ്റെ കാഴ്ചകളെല്ലാം നാളെ രാവിലെ കാണിച്ചത് നമ്മൾ നല്ല ടയേർഡാണ്. അതുകൂടാതെ തന്നെ രാത്രി കാഴ്ചകൾ അത്ര നന്നായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാഴ്ചകളും രാവിലെ കാണിക്കും. ഈ റിസോർട്ടിൻ്റെ എല്ലാ കാഴ്ചകളും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത